അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണത്തിൽ വ്യക്തത വരുത്താനാകാതെ വ്യോമയാന മന്ത്രാലയം. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തുടരുകയാണ്. യുഎസിൽ നിന്നും യുകെയിൽ നിന്നും വിമാന കമ്പനിയുടെ വിദഗ്ധ സംഘം ഇന്ന് ഇന്ത്യയിലെത്തും. വിമാന അപകടം അന്വേഷിക്കാൻ ഉന്നത അധികാര സമിതി രൂപീകരിച്ച് വ്യോമയാന മന്ത്രാലയം ഉത്തരവിറക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതിയുടെ തലവൻ. അജീഷ് ജയകുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരും. ആദ്യം അജീഷ് ജയകുമാറാണ്. അജീഷ്, എന്താണ് ഈ അപകട കാരണം എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ ഫോൺ റെക്കോർഡ്സൊക്കെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം പുറത്തു വരും അജീഷ്? അന്വേഷണ നിലവിൽ എന്തായാലും ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബ്ലാക്ക് ബോക്സ്. ആ ബ്ലാക്ക് ബോക്സ് രണ്ടും വീണ്ടെടുത്തിട്ടുണ്ട്. വിമാനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമുള്ള ബ്ലാക്ക് ബോക്സുകൾ കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടെടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പരിശോധനാ ഫലം ലഭിക്കാൻ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. ഈ പരിശോധനാ ഫലമാണ് ഈ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ഏറ്റവും നിർണായകമാകുക. കാരണം ഈ ഫ്ലൈറ്റിനകത്തെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് ബോക്സുകളിലാണ്. ഇതിനകത്ത് ഈ പൈലറ്റുമാർ നടത്തിയ കമ്മ്യൂണിക്കേഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര തകരാർ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ശബ്ദങ്ങളടക്കം എല്ലാം ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലും അതേപോലെ തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലുമായിരിക്കും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അത് വിദഗ്ധമായി അത് വിശകലനം ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ വിദഗ്ധരായിരിക്കും ആ പരിശോധന നടത്തുക. അവരുടെ സയൻസ് ലബോറട്ടറിയിലാണ് അതിൻ്റെ പരിശോധന നടത്തുക. ആ പരിശോധന എന്തായാലും കടന്നിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ യുകെയിലെയും യുഎസിലെയും സമാനമായി അവരുടെ ഈ വ്യോമയാന മേഖലയിലെ ഈ അപകടങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന വിദഗ്ധരും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ വിമാന കമ്പനിയുടെയും ഒപ്പം തന്നെ ഇതിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്ന ജനറൽ ഇലക്ട്രിക്സ് ഏവിയേഷൻ ആ കമ്പനിയുടെ വിദഗ്ധരും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അവരും ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കും. കൂടാതെ ഈ സ്ഥലത്ത് നേരിട്ടെത്തി അവരും പരിശോധന നടത്തും. നിലവിൽ എന്തായാലും ഒരു പ്രാഥമികമായിട്ടുള്ളൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ തകരാർ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ 2 എഞ്ചിനുകളും ഒരുമിച്ച് തകരാറായി. ഇത് അപൂർവമായി മാത്രം നടക്കുന്ന സംഭവമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൈലറ്റിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഈ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലെന്നൊരു വിലയിരുത്തൽ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഈ പക്ഷികളുടെ ഒരു കേന്ദ്രമാണ്. പക്ഷികൾ ഒരുപാട് ബേർഡ് ഹിറ്റ് ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ അവിടെ ഈ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണി വരെയാണ് കൂടുതലായി ഈ പക്ഷി സാന്നിധ്യമുള്ളത്. പക്ഷേ ഈ അപകടം നടന്നത് ഉച്ചയ്ക്ക് 1:38-നാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ബേർഡ് ഹിറ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യത നിലവിൽ വിദഗ്ധർ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ അപകടം ഉണ്ടാക്കാനിടയായ സാഹചര്യം, അത് പരിശോധിക്കുകയാണ് വിദഗ്ധ സംഘം. എന്തായാലും ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതിയെ കൂടി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം ഭാവിയിൽ ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ, എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വിമാന കമ്പനികൾ പാലിക്കണം തുടങ്ങിയതിനെ കുറിച്ചിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതിന് ശ്രീനാഥ് ചന്ദ്രൻ കൂടെ ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ബോയിങ്ങിനെ മാത്രമല്ല എയർ ഇന്ത്യയും കൂടി പ്രതിസന്ധിയിലാക്കുകയാണ്. പലതവണയാണ് DGCA എയർ ഇന്ത്യക്ക് വാണിംഗ് നൽകിയിട്ടുള്ളത് പല കാര്യങ്ങളും. അത് ഫ്ലൈറ്റ് വൈകല്, പൈലറ്റുമാർക്ക് വിശ്രമമില്ലാതെ പണിയെടുപ്പിക്കുന്ന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഉന്നതാധികാര സമിതിയുടെ അന്വേഷണത്തിൽ വരുന്നത്? ഇനി ഭാവിയിൽ അപകടം ഒഴിവാക്കാനുള്ള എന്തൊക്കെ നടപടികളിലേക്കാവും പോവുക? ഏതായാലും ഇപ്പോൾ ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ ഉന്നതാധികാര സമിതിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കും ഈ സമിതിയുടെ അധ്യക്ഷൻ. അതിൽ സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നുള്ള സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി, MHA ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാനങ്ങളിലെ ഗുജറാത്തിലെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, അവിടെയുള്ള സെക്രട്ടറി, ഒപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ, അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ, അങ്ങനെ ഒരു നീണ്ട പട്ടികയുണ്ട്. IB-യിലെയും എയർഫോഴ്സിലെയും ഒക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സമിതിയിൽ ഉണ്ടാകും. ഈ സമിതി ഈ രേഖകളൊക്കെ തന്നെ പരിശോധിക്കും. ഈ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള രേഖകളെ വിവരങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധനകൾ നടത്തും. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ ആ സമയത്ത് ATC-യിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ
മൊഴി രേഖപ്പെടുത്തും. വിവിധ ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയിട്ടുള്ള വിവിധ ഏജൻസികളുണ്ട്. അവരുമായി സഹകരിച്ച് വിവരശേഖരണം നടത്തും. ഇതൊക്കെ ശേഖരിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ അപകടം നടന്നു, അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിൽ ആ സുരക്ഷാ വീഴ്ച പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ സമിതി മുന്നോട്ട് വെക്കും. വിമാനം പറന്നു വരുന്നതിന് മുമ്പ് നടത്തേണ്ട പരിശോധനകൾ എന്ത് എന്ന കാര്യത്തിലൊക്കെ പുതിയ ഒരു ചട്ടം ഈ സമിതി രൂപീകരിക്കുകയും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പിന്നീട് അത് വിമാന കമ്പനികൾക്ക് കൈമാറുകയും ചെയ്യും. ഇന്നലെ തന്നെ DGCA എയർ ഇന്ത്യക്ക് കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയതാണ്. 15-ാം തീയതി മുതൽ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ ട്രാൻസിറ്റ് ഈ വിമാനങ്ങൾ ഒരിടത്തുനിന്ന് പറന്നു വന്ന് മറ്റൊരു ഇടത്തേക്ക് പറന്നു വരുന്നതിന് മുൻപ് നടത്തേണ്ട പരിശോധനകളുടെ വിവരങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു ഉത്തരവ് DGCA ഇന്നലെ ഇറക്കിയതാണ്. അതിൽ ബോയിങ് വിമാനം 787 വിമാനത്തിൽ നടത്തേണ്ട പരിശോധനകളാണ് ആ തരത്തിൽ നിർദ്ദേശമായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. എഞ്ചിനുകളുടെ പ്രവർത്തനം പരിശോധിക്കണം, ഫ്യൂവൽ ടാങ്കിൻ്റെ പ്രവർത്തനം പരിശോധിക്കണം, ഇലക്ട്രിക് സംവിധാനങ്ങളുടെ പ്രവർത്തനം കൃത്യമായി തന്നെ ഉറപ്പാക്കിയിരിക്കണം, ക്യാബിനകത്തെ മർദ്ദമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തണം എന്നതാണ് ഈ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ച ഹൈ ലെവൽ കമ്മിറ്റി അതിൻ്റെ രൂപീകരണം കൂടി നടന്നിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉന്നതാധികാര സമിതി DGCA രൂപീകരിക്കും. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്.